ചക്കിമോളിത് എങ്ങോട്ടാ പോയത്? മുത്തശ്ശി എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? മുത്തശ്ശിയുടെ കുട്ടി ഒറ്റയ്ക്കാ പോയത്? മാളു എന്തിയേ? മോൾ അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? മോൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോട്ടോ. ആ പതുക്കെ 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 ഓടിച്ചാ മതി മോളെ. അയ്യോ എന്റെ കുട്ടി. മുത്തശ്ശീനെ പിടിക്കും മോളെ. ആ എന്റെ അമ്മച്ചി, എന്റെ നടു. ഈ പെണ്ണിന്റെ കുറുമ്പത്തിരി കൂടുന്നുണ്ട്. നിന്നെ ഞാനുണ്ടല്ലോ. ആ എന്താ ചക്കിമോളെ? ചക്കിമോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അയ്യോ മുത്തശ്ശീന്ന് അങ്ങനൊന്നും ചെയ്യരുത് മോളെ. അവളുടെ കുറുമ്പ് കുറച്ച് കൂടി വരുന്നുണ്ട്. അവൾക്ക് എന്നാണ് അവൻ എന്റെ അടി കിട്ടുക? നീ എന്നെ ഒന്നാണ്ട് പിടിച്ചേടാ. അയ്യോ അമ്മേ, എന്റെ കയ്യില് മീനാണ്. മീൻ അമ്മയുടെ മേത്താവില്ലേ? ഇതാണ് ചൂട. നിങ്ങക്ക് പൊരിച്ച് തിന്നണ്ടേ? അവൾ എവിടെ പോയി? എടി ശാന്തി, ശാന്തി ഇങ്ങോട്ട് വാടി. അമ്മനെ വിളിച്ചോ? എന്താ വിളിച്ചേ? നീ ഞാനിവിടെ ഇരിക്കുന്ന കാണുന്നില്ലേ? എന്നെയാണ് എണീച്ചിരിപ്പിത്ത്. നിന്നോട് പറഞ്ഞതാണ് ചെയ്താ മതി. എന്നാണ്ട് എണീക്കിപ്പിക്ക്. ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല ഇതിനോട്. എന്താ നാടി മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കണേ? പതുക്കെ. എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്നെ വിളിച്ചതും പറഞ്ഞതൊന്നും. എന്താ അമ്മ അമ്മ ഇങ്ങനൊക്കെ പറയുന്നത്? നിന്നെ എനിക്ക് അറിഞ്ഞൂടടി. നീ ഇങ്ങനൊക്കെ ഇരിക്കുന്നെങ്കിൽ നിന്റെ മനസ്സിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ മനസ്സറിയാം ഇരിക്കാം. എന്റെ മോനതാ മീൻ കൊടുന്നിരിക്കുന്നു. അത് മൊത്തം ഇന്ന് വറുത്തുണ്ടാക്കണം കേട്ടോ. അതിനെന്താ ഞാൻ വറുത്തു തരാം. എവിടെ മീൻ നോക്കട്ടെ. എന്തോ നടി കിടന്ന് പ്രസംഗിക്കണത്? അവ മീനല്ലേ കൊണ്ടുവന്നത്, വേറൊന്നല്ലല്ലോ. അതിന്ന് പോയി നന്നാക്കി വച്ചാ പോരാ എനിക്ക്. എന്റെ അമ്മേ, മീനാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു മാസത്തേക്കുള്ള മീനുണ്ട്. ഇത് എങ്ങനെ ഇത്ര അധികം മേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഇന്നേക്ക് കുറച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോണ്ട്. എന്റെ അമ്മച്ചി, ഈ പെണ്ണെന്താ വല്ലവരും വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്? എന്റെ ഈശ്വരാ, ഇവളത് എന്ത് കിട്ടിയാലും അകത്താക്കലോ. ശാന്തി ഇതങ്ങോട്ട് പിടിക്കി. എന്തായാലും ഇതുവരെ കൊടുത്തില്ലേ? അങ്ങ് അടുക്കളയിൽ കൊണ്ടേക്ക്. ഇത് പോലെ എന്റെ പിന്നാലെ. അതിന് പിന്നെ കുറച്ച് വാങ്ങിക്കാതെ മീൻ മാർക്കറ്റ് മൊത്തം വാങ്ങിച്ചെടുക്കുക. നിങ്ങൾക്കുള്ളത് തരാൻ മനുഷ്യ. അവൾക്ക് പറ്റിയില്ല ഇത് കൊണ്ടുവന്നത്. എന്റെ മക്കള് കഴിക്കണേനെ അവൾ ഇങ്ങനെ പറയണത്. അമ്മ ഒന്ന് ചുമ്മാതിരിക്കി. അവൾ അതുകൊണ്ടൊന്നല്ല പറഞ്ഞത്. നീ അവളെ വാലി പിടിച്ചോടാ. ഇന്ന് വരട്ടെ, തീർത്തു തരാം ഞാനെന്ന്. എന്തോരം മീനായി കൊടുത്തിരിക്കണത്. ശാന്തി വേഗം ആ ചൂട് നന്നാക്കിയിട്ട് വച്ചോട്ടോ. നിങ്ങളെ കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് മനുഷ്യത്? ഒരാളൊരു കാര്യം പറഞ്ഞ് ഇത്ര അധികം മേടിക്കണം. അമ്മയുടെ ആഗ്രഹല്ലേ ചൂടാ, അപ്പൊ അത് വാങ്ങിക്കാച്ചിട്ടല്ലേ. നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഞാനിപ്പൊ എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങള് പെണ്ണുങ്ങളുടെ ജോലിയല്ലേ, നീ ചെയ്യ്. എന്താ ശാന്തി ഒരു സൗണ്ട്? ഓ നീ ആയി, നിന്റെ പാടായി. ാണല്ലോ. എന്താടി നീ ഇതെങ്ങോട്ടാ? ചെല്ല് ചെല്ല്, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. നിന്നെ അടുത്ത് പൊരിക്കാം അമ്മ. പറഞ്ഞോ.
പേടിച്ചിട്ട് മനുഷ്യനോട് ഇരിക്കാൻ വയ്യ. എന്താ ചക്കി മോളെ, അമ്മയുടെ കയ്യിൽ നിന്ന് വയറ് നിറയെ കേട്ടില്ലേ? അമ്മ മീൻ പൊരിച്ചത് തന്നോ നിനക്ക്? അന്റെ ചമ്മിയ മുഖം കാണാൻ നല്ല ചന്തമുണ്ട്. ആ എന്ത് പറ്റി ചക്കി മോളെ, എന്തുണ്ടായത് ചക്കി മോളെ? മീന് വറക്കൽ കഴിഞ്ഞാവളെ? പിന്നെ എങ്ങനെയാണ് എനിക്ക് മീൻ വറുത്ത തരിക? നന്നാക്കൽ കഴിഞ്ഞിട്ടല്ലേ വറക്കുക? ആ കുറച്ചു നേരം കൂടി നീ ശ്രമിക്കി. ഇങ്ങനെ പോയ ഇവര് ഇവിടുന്ന് പോകുമ്പോഴത്തേനും എന്റെ പണി കഴിക്കും. അമ്മക്ക് അങ്ങ് തിരുവനന്തപുരത്തല്ലേ മോളെ ജോലി. അമ്മഞ്ഞി മാസത്തിലൊരിക്കൊക്കെ നിങ്ങളെ കാണാൻ വരും. ചക്കിമോളെ, ദേ നിന്റെ ചൂട് വറുത്ത റെഡി ആയിട്ടുണ്ട്. ദാ കഴിച്ചോ. അയ്യോ ഉറങ്ങി പോവാറായോ? കൊറേ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ കുറച്ചെടുത്തിട്ട് വേഗം പിള്ളേർക്ക് വറുത്തി കൊടുക്കണം എന്നുള്ള ചിന്ത ഒന്നും ഇല്ലല്ലോ. മോള് കഴിക്കി, ചക്കിമോള് കഴിക്കി. മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താടി ചോറ് എടുക്കാറായോ? എന്നാ വേഗം എടുക്ക്, മനുഷ്യനെ ഉറങ്ങണം. അവിടെ ആകുമ്പോൾ എൻ്റെ മോള് 9 മണിക്ക് ചോറ് തന്നെ ഗുളിക തന്നിട്ട് ഞാൻ കിടക്കും. ഇവിടെ മണി 11, 12 കഴിഞ്ഞു. ചക്കി, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്താണ് പെണ്ണെ നോക്കിക്കുന്നേ? പോയി ചോറെടുത്തേക്ക്. പിന്നെ ഇന്നങ്ങനെ ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. ഇന്ന് അമ്മ അവിടെ അടുക്കളയിൽ ബിസിയായ കാരണം ഞാൻ വിളിക്കുന്നത്. നീ നാളെ എപ്പോഴാ കോളേജിലേക്ക് വരുന്നത്? ഞാനിപ്പോ വരുന്ന എനിക്കെന്നെ പറയാൻ പറ്റില്ല. അപ്പൊ നീ നാളെ വർക്കിന് പോകുന്നില്ലേ? വർക്കുണ്ട്, പക്ഷെ നാളെ പോണ്ടേന്ന് ആലോചിക്കായിരുന്നു. ഞാൻ കോളേജിലേക്ക് പോകുമ്പോ ആ സമയത്ത് നീ വാ. എങ്കിൽ നമുക്ക് കോളേജിൽ കണ്ടുപിട്ടാലോ. അത് കഴിഞ്ഞ് നീ വർക്കിന് പൊക്കോ. നോക്കട്ടെ, പറ്റിയെങ്കിൽ വരാം. അതെ, ഞാൻ കോളേജ് വിട്ട് വരുമ്പോ ഒരു പയ്യൻ എന്റെ പുറകെ വരാറുണ്ട് കേട്ടോ. ഓഹോ, ചുമ്മാ പറയാതടി. സത്യമായിട്ടും നിന്നെ പോലെ നല്ല ഹാൻസം ആ. കണ്ടു കഴിഞ്ഞൊരു ഇംഗ്ലീഷുകാരന്റെ ലുക്കാ. ഓ, എങ്കിൽ നീ അവനായിട്ട് പ്രേമിച്ചോ? എന്തിനാ എന്നെ നോക്കുന്നത്? അപ്പോഴേക്കും പിണങ്ങിയോ ബേബി? വച്ചിട്ട് പോടി. ഓ, ബേബിക്ക് ദേഷ്യം വരുന്നുണ്ടോ? അയ്യോ ബേബി. എന്ത്? അവിടെയല്ല, ഇവിടെ. ഞാനാ വിളിച്ചേ. നീ എന്താ ഇങ്ങോട്ട് ഇപ്പൊ വന്നേ? ചേച്ചി മറ്റേ ചെക്കനോട് ഫോണിൽ സംസാരിക്കല്ലേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടാ. നിനക്ക് എന്താടി വേണ്ടത്? എന്താണെന്ന് വെച്ചെടുത്തിട്ട് പോ. ഞാൻ എന്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്കിമോൾ കണ്ടാൽ ഒക്കെ എടുത്ത് നാശാക്കാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ റൂമിൽ വന്നിട്ട് ബാഗ് വെച്ചത്. ബാഗ് എവിടെ? നീ എന്റെ റൂമിൽ വെച്ചെന്നോ? ഇവിടെ എങ്ങും ബാഗില്ല. അയ്യോ, ഞാൻ ഇവിടെ വെച്ചിട്ട് പോയത്. എന്റെ ബാഗ് ഇവിടെ തന്നെ കാണും. ചേച്ചി ഇങ്ങോട്ട് എടുത്ത് വെച്ച്. ദേ പാറു, തമാശ കളിക്കാനാണ് പൊക്കെ. എന്താടി അവിടെ കൊണ്ടു പറയുന്നത്? ആ, അത് വീണേ, എന്റെ അനിയത്തി പാറുവാ. വീണ ശരി, ഞാൻ നാളെ വിളിക്കാം. എന്തിനാ ചേച്ചി നാളെ പറയുന്നത്? വീണയാണോ ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ വിളിച്ചത്? എന്തിനാ ചേച്ചിന്റെ പെൺകുട്ടി എന്ന് പറഞ്ഞത്? എന്തിനാ എന്നെ പറ്റിക്കുന്നത്? എനിക്കറിയാം. എന്തെടുക്കാളെന്ന് വെച്ചാൽ എടുത്തിട്ട് പോടി. കിടന്ന് സംസാരിക്കാൻ നിൽക്കാവള്. എന്റെ ബാഗ് ഇവിടെ വെച്ചെന്ന് ഇവിടെ കാണുന്നില്ലല്ലോ. അവിടെ എങ്ങാനും ഉണ്ടാവും, തരം നോക്കാണ്ട്. ഇവിടെ എങ്ങും ഇല്ല. എന്റെ ബാഗാണ് ഇവിടെ ഇല്ല. ചേച്ചി എവിടെ വെച്ചെന്ന് പറ. ഞാനല്ലേ നിന്റെ ബാഗ് വെച്ചത്, നീയല്ലേ? ഇവിടെ എങ്ങും കണ്ടില്ല. ഞാൻ വിരിയൊക്കെ മാറ്റിയതാണ്. അപ്പോഴൊന്നും കണ്ടില്ലല്ലോ നിന്റെ ബാഗ്. നീ അമ്മോട് ചോദിച്ചോക്ക്. അമ്മ റൂം തൂത്ത് വാരിയത്. അമ്മ കണ്ടിട്ട് ചിലപ്പോ നിന്റെ റൂമിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. എന്ത് പറ്റി പാറുമോളെ? ചേച്ചി, എന്റെ ബാഗ് കാണുന്നില്ല. ഞാനിത് ഇവിടെ ചേച്ചിയുടെ റൂമിൽ ഇങ്ങനെ വെച്ചതാണ്. പിന്നെ എവിടേക്ക് പോയെന്ന് അറിയില്ല ചേച്ചി. അത് ചിലപ്പോ അമ്മ എങ്ങാനും റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ആളെ പോയി നോക്കായിരുന്നില്ലേ? എടി, അത് ചിലപ്പോ അമ്മ എങ്ങാനും റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അവിടെ നോക്കിയില്ലേ നീ? ഞാൻ അത് പറയാനല്ല വന്നത്. എന്താ, എന്ത് പറ്റി? ഇന്ന് അച്ഛമ്മ ഇവിടെ കിടക്കുന്നത്. നമ്മളോട് എല്ലാരും അവിടെ പോയി കിടന്നോളാൻ. എന്ത്? ഇവിടെയാണോ കിടക്കുന്നത്? ഇത് എന്റെ റൂമല്ലേ. ഇവിടെ ആരും അങ്ങനെ വന്ന് കിടക്കണ്ട. അതങ്ങ് അച്ഛമ്മോട് പറയാനായിട്ട് നീ പൊക്കോ, കിട്ടും കയ്യിന്ന്. ഇത് എന്തൊരു കഷ്ടാ. അച്ഛമ്മയുടെ റൂം വേറെ അല്ലേ, അവിടെ പോയി കിടന്നൂടെ? അച്ഛമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഈ റൂം തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബെഡ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്ര. അവിടുത്തെ ബെഡ് അത്രയ്ക്ക് രസമില്ലാന്ന്. ഇത് വല്ലാത്ത കഷ്ടായി പോയി. പിന്നെ ചക്കിമോളും മാളും ഉണ്ട് കൂടെ. അപ്പൊ അച്ഛമ്മ ഇവിടെ ഒറ്റയ്ക്ക് എടുക്കാനോ? അച്ഛമ്മയ്ക്ക് അതത്ര ഇഷ്ടം. അതൊന്നാവില്ല, ആ ചക്കി മൂത്തയക്കും. അതാ. ആ, അത് ശരി. അപ്പൊ എന്തായാലും ചക്കി ഇവിടെ കിടക്കണ്ടേ? എന്റെ ബെഡൊക്കെ ആകെ നാശാക്കും. മുത്തശ്ശിക്ക് ഒരു മീൻ വറുത്തതാടി. ഓ ഓ, ഈ പെണ്ണ് എന്ത് സാധന. ഒരു മീൻ വറുത്തല്ലേ ചോദിച്ചോളൂ. വേണ്ട.
കൊണ്ടുവച്ചോ? പിന്നെ എനിക്കിപ്പോ നിന്റെ ബാഗ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ പണി 100 കൂട്ടം പണിയിലായിരുന്നു. അതിന്റെ ഇടയിൽ എവിടെ നിന്റെ ബാഗ് എടുക്കാൻ സമയം? പോയി തിരഞ്ഞു നോക്കി എവിടെ ബാഗ് കൊണ്ടുവച്ചെന്ന്.